എൻ്റെ പേര് ജോബി. നമ്മൾ ആദ്യമേ എടുത്ത് കാംകോ വണ്ടിയാണ്. അതൊരു 8 വർഷമായിട്ട് എൻ്റെ ഉള്ള വണ്ടിയാണ്. ആ വണ്ടി കുഴപ്പമില്ല, ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് നമുക്കൊരു ലോൺ വരികയും VST ശക്തി 130 DI എന്നാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ആ വണ്ടിയാണ് ഇപ്പം ഞാൻ വലുതായിട്ട് കയറി വന്ന ഭാഗമാണ്. അപ്പം ആ വണ്ടി എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് മറ്റേ കുബോട്ട അല്ലെ കാംകോ വണ്ടിയേക്കാളും ശകലം കനക്കുറവുണ്ട്. അതിലുപരി പവറും കൂടുതലാണ്. കാരണം ഏത് കുഴിയാണെങ്കിലും വലിഞ്ഞു കയറിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒരു അതുപോലത്തെ കുഴിയെ മാത്രമേ ഇത് ആന്നു കിടക്കൂ. അപ്പോഴാണ് നമ്മൾ കുറ്റിയേക്കാടിയത്. അല്ലാതെ ഒരു ചെറിയ കുഴിയുണ്ടെങ്കിൽ നിസാരമായിട്ടത് വലിഞ്ഞു കയറി പോകുന്നത് നമ്മളതിന് വിടുന്ന കാരണം നമുക്കതറിയാം. അതാണ് ആ വണ്ടിയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കൊരു ഇപ്പം എൻ്റെ ഈ പൊക്കവും ഇതും വെച്ച് നമുക്ക് ആ തേർഡ് ഗിയർ ഓടിക്കാൻ പറ്റിയില്ല. കാരണം അതിന് പവർ ഉള്ളതുകൊണ്ട് അമിത സ്പീഡാണ്. നമ്മൾ തേട ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടറഞ്ഞ് നേരെ മറിച്ച് ആളുകളുള്ള ആൾക്ക് ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ നമുക്കത് പറ്റാത്ത രീതിയിൽ നമ്മൾ സെക്കൻഡിൽ മാത്രമേ ഇപ്പം അത് പണിയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ വണ്ടിയെ കുറിച്ച് നമ്മൾ രണ്ടു വാക്ക് പറയാനാണെങ്കിൽ തന്നെ ഇങ്ങനെ മൈലേജ് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ സാധാരണ കാംകോ വണ്ടി നമ്മൾ 1000 രൂപയുടെ ഡീസൽ എടുത്തുണ്ടാക്കും. അത് വൈകുന്നേരം ആകുമ്പം പിറ്റേ ദിവസം നമ്മൾ മേടിക്കാൻ പരിപാടി നടക്കുക. ഇതേ നമ്മൾ ഇപ്പൊ 800 രൂപയുടെ ഡീസൽ എടുക്കും. എങ്കിലും ഈ ഒരു ദിവസം ഫുള്ള് പണിയാനും പറ്റും. ബാക്കി പിറ്റേ ദിവസം നമ്മൾ 800-ന്റെ എണ്ണ എടുത്തോണ്ട് വന്നാലും മതി. ചിലപ്പോൾ അതിന് കുറവ് നമ്മൾ ശാലം എന്തെങ്കിലും റെസ്റ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഡീസലിനകത്തും കുറവുണ്ട്. ഈ ക്യാംകോയും ഇതും തമ്മിൽ വെയിറ്റിൽ കുറവുണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റിൽ ഗുണമെന്ന് പറഞ്ഞാൽ ഈ താഴ്ചയുള്ള പാടശേഖരത്തിൽ നമുക്കത് ഉഴാൻ പറ്റും. ആരെങ്കിലും ഈ VSTയുടെ ടില്ലർ ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുമോ? ചെയ്യാം, അതിനിപ്പോ എന്നാ കുഴപ്പമില്ലല്ലോ. നല്ല മെഷീനാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമൊന്നുമില്ല, നല്ല പവറാണ്. ഇപ്പൊ ഞാനതിനൊക്കെ പറയാമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ട്രാക്ടർ അടിച്ച് ഉരണ്ട ഒരു 5 ഏക്കർ കണ്ട നമ്മുടെ അത് എന്റെ ഇത്രയും പൊക്കത്തിൽ തന്നെ വരിയും അവിടെയും കൂടി നിൽക്കുകയായിരുന്നു. ഈ അത് നമ്മുടെ അയലോക്കംകാരൻ ഒരു സാബു എന്ന് പറഞ്ഞ പുള്ളിയാണ് പാട്ടത്തിന് പിടിക്കുക. കോട്ടയംകാരന്റെ ആയിരുന്നല്ലോ. അപ്പൊ 5 ഏക്കറിനകത്തും ഈ വരി ഇന്ന് ട്രാക്ടർ ഇറങ്ങിയാലേ ഇത് പരിപാടി നടക്കുള്ളൂ എന്നും പറഞ്ഞ് ഈ പുള്ളി ട്രാക്ടർ ഇറക്കി നടക്കും. അങ്ങനെ നടന്നപ്പോഴാണ് എന്റെ ഈ വണ്ടി ഉള്ളെന്ന് ഇവിടെ എനിക്ക് മാത്രമേ ഇപ്പൊ ഈ വണ്ടി ഇവിടെ കാംകോ ഉണ്ടാക്കുന്ന പുള്ളി തന്നെ പറഞ്ഞു, അതെന്തിനാ ജോബിയുടെ വണ്ടി വിളിച്ചോണ്ട് പോയിട്ട് ഈ ട്രാക്ടർ തിരക്കി കിടക്കേണ്ട കാര്യം. കാരണം ഞാൻ ഇത് കൊണ്ട് ഉഴുതു നോക്കിയിട്ടുള്ളപ്പം അന്ന് അലരിക്കൽ ആമ്പൽ ഭാഗത്ത് ഉഴാൻ പോയപ്പം അവിടെ കുറെ കറുകയും ഇതൊക്കെ ഈ വണ്ടിക്ക് തന്നെ അടിച്ച് താത്തിട്ടുള്ള. ഞാൻ ശരി നമുക്ക് പോയേക്കാന്നും പറയാം. പിറ്റേ ദിവസം തന്നെ വണ്ടിയായിട്ട് പോയി ഈ ട്രാക്ടർ അടിച്ച് താക്കണ്ട ഈ വരിയും അവിടെയും അത് നമ്മൾ ഈ ടില്ലർ തന്നെ കൊണ്ട് 1-ാം ചാലിന് തന്നെ താത്തു വെച്ചു. അത് നിലയെ നിൽക്കുന്ന സാധനം, നേരെ നിൽക്കുന്ന ഏത് സാധനം, ഏത് കണ്ടത്തിലെ കാര്യമാണ് കേട്ടോ. കരയ്ക്ക് മരങ്ങളെ നിൽക്കുക ചായ്ക്കണമെന്ന് പറയുമ്പോൾ നടക്കുകയില്ല. ആ കണ്ടത്തിലെ ഇത് അടിച്ച് ദൂരം കളയും. അത്രയും പവറുണ്ട്. ഒറ്റയടിക്ക് തന്നെ ആ സാധനം കളഞ്ഞു. അപ്പൊ അത് കണ്ടോണ്ട് തന്നെ അടുത്തുള്ള കുറച്ച് കക്ഷികള് ഇത് ഞങ്ങളെ കൂടെ വിഴാൻ പറഞ്ഞു വന്നാ. പിന്നെ ഇവരുടെ കൂടുതൽ ഞാനത് അത് കാണാൻ അവിടെ കുറച്ച് പേര് കരയ്ക്ക് വന്ന് ഇപ്പുണ്ടായിരുന്നു. ഈ ഇത് പുല്ല് മുഴുവൻ തീർന്നു, പുല്ല് അടിച്ച് ധാര കളഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഞാനും വണ്ടിയും എന്റെ തല മാത്രമേ കാണുള്ളൂ, വണ്ടിയുടെ ഒന്നും കാണാൻ മേല. അതുപോലെ പുല്ലായിരുന്നു. എന്നിട്ട് നമ്മുടെ VSTന്റെ വണ്ടി കൊണ്ട് തന്നെ അടിച്ച് കളഞ്ഞു. ഓക്കെ, അപ്പൊ പവറുണ്ട്. കാംകോയേക്കാളും പവർ ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ. ഓക്കെ.